ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശരിക്കും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നല്ലൊരു ഡെസേർട്ട് ആയിട്ടാണ്. കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടുവയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അത് ഉണ്ടെങ്കിലും മതി, ഇല്ലെങ്കിലും ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മിക്സാക്കി എടുത്ത ശേഷം ഇത് ഇവിടെ ഒരു സൈഡിലിരിക്കട്ടെ. അടുത്തതിന് ഇത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് പാല്. തിളപ്പിച്ചിട്ടൊന്നുമില്ല, നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഒന്നുകൂടെ അങ്ങ് മിക്സാക്കിയിട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ള പൊടിയൊക്കെ ആണെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു കൊടുക്കുക. അതായത് അതിലുള്ള ഉമ്മി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് ഇനി ഗ്യാസ് ഓണാക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ളൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുകൂടെ മിക്സാക്കി നോക്കിയിട്ട് മധുരം ഉണ്ടോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ നമുക്ക് ബാക്കി കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാര ഏതായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. കാരണം പെട്ടെന്ന് തീയം കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഗോതമ്പ് പൊടി വേവാത്തൊരു ടേസ്റ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. മിക്സാക്കി നോക്കിയിട്ട് മധുരം നോക്കുന്ന സമയത്ത് കറക്റ്റ് മധുരം കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തം 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുന്നത്. ഒരു ഇത്തിരി മധുരം മുൻപിൽ നിന്നോട്ടെ, കാരണം നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഈ സമയത്ത് മുൻപിൽ നിൽക്കണം. നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളച്ച് വരാനൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് ആ ഒരു ഗോതമ്പിൻ്റെ ഒരു പച്ചരുചിയൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരണം. മാത്രമല്ല നല്ലോണം ഒന്ന് കുറുകി കിട്ടാനുണ്ട് നമുക്ക് ഈ ഒരു മിക്സ്. ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരാനായി തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു കട്ടിയുള്ള ഒരു മിക്സ് പോലെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിക്ക് പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ കസ്റ്റാർഡ് പൊടിയൊക്കെ മിക്സാക്കി കുറുക്കി എടുക്കുന്നില്ലേ, ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ ഒരു ഇത്തിരി കൂടെ സമയം വേണ്ടി വരുന്നു മാത്രം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിന് ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല കേട്ടോ. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഈ ഒരു പാലിൻ്റെ കൂട്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിപ്പിൽ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ബാക്കിയുള്ള ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഇങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങിക്കോളും. ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതാണേ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ ലാസ്റ്റ് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏലക്കാപ്പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലേക്ക് അത്യാവശ്യം ഇങ്ങനെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അത്യാവശ്യം ഇങ്ങനെ തിളച്ച് നല്ല പാകത്തിനുള്ള കുറുകലായിട്ട് വന്നിട്ടുണ്ട് കേട്ടത്. ഈ ഒരു രീതിയിൽ മതിയാവും നമുക്ക്. ഇനിയും ഒരുപാട് ഇതിൽ തന്നെ വെച്ച് കുറുക്കിയെടുക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നന്നായിട്ട് കുറുകി കിട്ടിക്കോളും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള വാനില എസൻസ് ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഫ്ലേവർ നോക്കിയിട്ട് മിക്സാക്കി നോക്കിയിട്ട് പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു മിനിറ്റ് കൂടെ ഒന്ന് മിക്സാക്കിക്കോട്ടെ. ഗ്യാസ് ഓഫ് ചെയ്താലും കാരണം കുറച്ച് കട്ടിയുള്ള മിക്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് ചൂട് പിടിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ശരിക്കും ഇതുപോലെ ചൂടോട് കൂടെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടോ. ഏകദേശം ഈ ഒരു രീതിയിൽ ചെയ്യുന്ന റെസിപ്പി നമ്മൾ കുറേ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചൂടോട് കൂടെ കുടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക്. ഇതിന് നമുക്ക് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടാറുന്ന സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുത്ത് കിട്ടണേ, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചുരുങ്ങിയത് 2 to 3 മണിക്കൂർ എന്തായാലും തണുക്കാനായിട്ട് വെക്കണം. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല.
ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കൊന്ന് മിക്സ് ആക്കി വെക്കണം. അതിനായിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ച്, തണ്ണിമത്തൻ അതൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചെടുത്താൽ മതി. ഒരുപാട് അളവിലൊന്നും വേണ്ട. ഒരു 1/4 കപ്പ് അളവ് വീതം എടുത്താൽ മതി. ഞാൻ കുറച്ച് പഴം, ആപ്പിള്, മുന്തിരി, പിന്നെ മാങ്ങ കുറച്ച് കൂടുതലെടുത്ത്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാ വെച്ചാൽ കുറച്ച് അളവ് കൂട്ടിയും കുറച്ചും എടുക്കുക. പിന്നെ കുറച്ച് അനാറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നാരങ്ങ നീര് ടേസ്റ്റ് മാത്രമല്ല, പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കുറേ നേരം ഫ്രിഡ്ജിൽ മിക്സ് ആക്കി വെക്കുമ്പോൾ കളർ ആപ്പിളിൻ്റെയും പഴത്തിൻ്റെ ഒന്നും കളറൊന്നും മിക്സ് ആവാതെ കിട്ടുകയും ചെയ്യും കേട്ടോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ ഒരു മിക്സും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് ഇതും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. ആ ഒരു ഗോതമ്പിൻ്റെ മിക്സ് തണുക്കുന്ന അതേ സമയം തന്നെ ഈ ഒരു ഫ്രൂട്ട്സും തണുത്ത് കിട്ടട്ടെ. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇവിടെ ഞാനൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ തന്നെ വെറുതെ ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് തണുത്തിരിക്കുന്ന ഗോതമ്പ് മിക്സും കൂടെ ആവുന്ന സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടാട്ടോ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇതെല്ലാം ഒരു കട്ടയൊക്കെ പോയിട്ട് കുറച്ചൊന്ന് സ്മൂത്തായിട്ട് വന്നോട്ടെ. പിന്നെ മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കണമെന്ന് വേണ്ട കേട്ടോ. ഇതിൽ തന്നെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോഴാണ് പാകത്തിനുള്ളൊരു കട്ടിപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കൂട്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെച്ചതുപോലെ തന്നെ ഒരുപാട് കളറൊക്കെ മാറിയിട്ട് പഴം ആപ്പിളൊന്നും ഒരുപാട് കറുത്ത് പോയിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ നല്ലൊരു ജ്യൂസൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നേരെ നമ്മൾ ഗോതമ്പിൻ്റെ മിക്സിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എത്രത്തോളം നമുക്കിതിൽ കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഈ ഒരളവ് കറക്റ്റ് ആയിരിക്കും. ഒരുപാട് ഫ്രൂട്ട്സ് കൂടുതൽ വേണ്ട. കാരണം ആ ഒരു ഗോതമ്പിൻ്റെ കൂട്ടും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം കൂടുതൽ കഴിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഫ്രൂട്ട് അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂവും ബദാമും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1-2 ഈന്തപ്പഴവും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കാഷ്യൂവും ബദാമൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്തതാണ്, എണ്ണയൊന്നും ഇല്ലാതെ തന്നെ. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഇതും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ്. പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഒരു ഫ്രൂട്ട് സലാഡ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും ആദ്യമായിട്ട് കഴിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിന് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് കനം കുറച്ച് മുറിച്ചെടുത്ത് ഞാൻ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അതുപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണം, കുറച്ചുകൂടെയൊക്കെ നല്ല ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു ഇത്തിരി ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മൊത്തത്തിൽ മിക്സൊക്കെ ആക്കി കഴിക്കുന്ന സമയത്ത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സോസൊക്കെ മേലേക്ക് ആക്കി കൊടുക്കുക. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ ഇനി നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്